ഹലോ ഹലോ കേക്കണില്ലേ? എ, ആ ഞാനേ ഒന്ന് കേക്കണില്ല. ഹലോ ഞാൻ ഒന്ന് പുറത്തിറങ്ങട്ടെ. ആ ആ ആ ഹലോ ഹലോ ആ ആ ആ ആ എന്ത് ആ എന്താപ്പോ എന്ന് ചെയ്യണതൊക്കെ തന്നെ. ഞാനിവിടെ തുടക്കിയിരുന്നു. കിടക്കണ കിടപ്പങ്ങട് കണ്ടാ മതി. എടുന്ന് നനച്ചിട്ടില്ല. നടക്കലേനെ കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ആ ആ ഇല്ലല്ലേ? ഓ പഴയ പോലെ സ്പീഡിലൊന്നും ഒന്നും നടക്കില്ലല്ലോ. ഇവിടത്തെ ജോലി തന്നെ തീരുന്നില്ല. ഓ ഇതെന്താ അവിടെ? ഏ അനിയത്തി വിളിച്ച്. ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത നീ എന്ത് ലോകകാര്യ അനുജത്തിയോട് പറയണ? ഇന്നലെയും വിളിച്ചല്ലോ. അല്ല, എന്റെ അസുഖം അങ്ങനെ. അവൾക്ക് അവിടെ വേണ്ടോളം പണി ഉണ്ടാവും, അത് അവള് ചെയ്തോട്ടെ. നീയോ അവിടെ ഈ നിലയ്ക്കാണ്. ഇതെന്തത്? അത് ഞാൻ തുടക്കായിരുന്നു, അപ്പഴാ ഫോൺ വന്നത്. ഒരു ചായന്റെ അടുത്തേ പറഞ്ഞാണ്ടല്ലോ. ആ എവിടൊക്കെ ചെളിയായല്ലോ. അവിടെ ഉണങ്ങിയിട്ടില്ല, അപ്പോഴാണ് തുടച്ചതേ. ചാടുക്ക് ചാടുക്ക്. ഇതൊന്ന് തുടച്ചു കഴിഞ്ഞിട്ട്. എന്നാ ഞാൻ പുറത്തു പോയി കഴിച്ചിട്ട് വരട്ടെ? ആ മതിയോ? ഈ ചായ കുടിക്കാൻ തോന്നുമ്പോഴല്ലേ കഴിക്കുക. ആ ഹലോ. ആ ആ സുഖായിരിക്കുന്നു സുഖായിരിക്കുന്നു. ആ ഞാൻ വിളിക്കാം കേട്ടോ. അമ്മാവാ വാ. അയ്യോ ഇരിക്കേ. കുടുംബത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കാൻ ബോധമുള്ളവറ്റായിരിക്കണം വീട്ടിലെ സ്ത്രീകളെ. അതെ അതെ. അമ്മായിനെ കണ്ടിട്ടുണ്ടോ നീ? അതൊക്കെ കണ്ടു വളർന്നില്ലേ നീ? എന്നിട്ടാണ് ഇവിടെ എങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? കല്യാണം കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ ഉറക്കത്തുനിന്ന് കണ്ണു മിഴിച്ചാൽ കണി കാണുന്നത് എന്താന്ന് അറിയോ എനിക്ക്? ഈർക്കലിയും ഉമിക്കരി. അത് പിടിച്ച രണ്ട് കയ്യിന്റെ മുമ്പിലുണ്ടോ? എനിക്കറിയാലോ. അതില്ലെങ്കിൽ അവള് വിവരം അറിയും. രാവിലെ പല്ലേപ്പൊക്കെ കഴിഞ്ഞിങ്ങനെ വന്നിരുന്നിട്ട് ഈ പത്രം എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് നിവർത്തുമ്പോഴേക്കും ഒരു കൈ ഇങ്ങനെ വരും, ആവി പറക്കണ ഒരു ചായ. എനിക്കറിയാലോ. അതില്ലെങ്കിലോ അവള് വിവരം അറിയും. ഉച്ച നേരത്ത് ഈ ഫാൻ ഇങ്ങനെ ഇട്ടിട്ട് നമ്മളിങ്ങനെ ഇരിക്കലോ, ആ ഫാൻ അങ്ങോട്ട് നിന്നാൽ ഞാൻ വേർക്കില്ല. എന്താ കാരണം? അമ്മായി ആ ഫാനിന്റെ ഇളക്കങ്ങനെ നിക്കണേന്റെ മുമ്പ് ഇവിടുന്ന് ഒരു തണുത്ത കാറ്റിങ്ങനെ വരും. എനിക്കറിയാലോ. നോക്കുമ്പോ എന്താ, അവൾ ആ വീശരി എടുത്ത് ഇങ്ങനെ വീശുന്നു. അതെ. ഇല്ലെങ്കിലോ വിവരം വിവരം. കുടുംബത്തെ പെണ്ണുങ്ങളെ അങ്ങനെ വരച്ച വരയില് നിർത്താൻ പഠിക്കണം. ഇപ്പൊ എന്റെയൊക്കെ വീട്ടില് പുറത്തുനിന്ന് ഒരാള് വീട്ടിലേക്ക് വന്നു എന്ന് വെക്കാം, പറയും കൂടി വേണ്ട, ഇതേ ഒരു കൈ ഇങ്ങനെ അങ്ങോട്ട് വരും, ആവി പറക്കണ ചായ. മധുരം വേണ്ടാട്ടോ. രണ്ട് ചായ എടുക്ക. അമ്മാവുന്നുണ്ട്. മധുരം ഉണ്ടാട്ടോ. കുടുംബത്തിലെ ആണുങ്ങൾ സ്ട്രോങ് ആയിരിക്കണേ. ഞാൻ ഇപ്പൊ ഇവിടെ വന്നിട്ട് എത്ര നേരമായി?
എന്താ ഒരു കൈ ഇങ്ങോട്ട് വരാത്ത? കുടുംബത്തിലെ ആണുങ്ങൾ സ്ട്രോങ് അല്ല. ഏ പറഞ്ഞാൽ അങ്ങോട്ട് കേക്കില്ല. എന്താ ചെയ്യാ, കുരുത്താൻ കേട്ടോളൂ. ആണുങ്ങളെന്ന് പറഞ്ഞിങ്ങനെ നെഞ്ച് വിരിച്ച് നിക്കണേ, ഒടിഞ്ഞു തൂങ്ങിയിട്ടാ പോൾ. അനിയത്തിനെ കാണാൻ വന്നവര് ഏകദേശം ഉറച്ചിട്ടുണ്ട് കല്യാണം. എന്തായാലും നല്ല കാര്യമായി. നടക്കാൻ കിട്ടൂലോ വേഗം. ഇനിയിപ്പൊ നിങ്ങൾ അങ്ങോട്ടൊക്കെ പോണ ഇതില്ലേ? അടുത്ത ആഴ്ച പോണം. അടുത്ത ആഴ്ച എന്താ നീ ഉദ്ദേശിക്കണേ? എന്താ നിന്റെ പരിപാടി? ഒരു ചായ വെച്ച് നേരത്രേ നാണകർത്ത് ഇറങ്ങിയിരിക്കണോ? ഞാൻ എന്താ ചെണ്ടോ, ക്ഷമയ്ക്കൊരു പരിധി ഉണ്ട്. കല്യാണത്തിന്റെ ഏത് കല്യാണം? അപ്പുറത്തെ കുട്ടിയുടെ കല്യാണം ഇത്ര. അതുകൊണ്ട് നീ അമ്മാവെന്ന് അറിഞ്ഞോ? ഇല്ല. എങ്ങനെ നീ അറിയാ? നിനക്ക് നാട്ടുകാരെ അറിയല്ലോ വലുത്. ഒരു ചായ പറഞ്ഞ നേരത്രേ ആ ബക്കറ്റും ഇതോടൊന്ന് മാറ്റി വെക്കാൻ പറഞ്ഞിട്ട് അത് ചെയ്തോ നീയേ? ചായ തിളക്കാൻ ഞാൻ എന്റെ നാക്കന്റെ വാല് കിടന്നോട്ടെ. എല്ലാത്തിനും ഒരു പരിധി ഉണ്ട്, അത് മനസ്സിലാക്കിയോ? എടുക്കാം. ഒന്നിനും നിനക്ക് കോസിലില്ല ഒരു കാര്യത്തിനും. നീ എന്നാ പഠിക്കാ നീയേ? ഞാനിപ്പൊ എടുക്കാം. ഇതെടുക്കണേ. ഇതൊക്കെ പറഞ്ഞിട്ട് വല്ല അനക്കണ്ടോ? കുറച്ച് വലിയൊരു സോപ്പ് കിട്ടിട്ടേ അവിടെ കൂടെ. ആ ഉണ്ണിയെ പൈസ ഇല്ല, പൈസ കൊണ്ട് പൈസ ഉണ്ടാക്കണോ ഉണ്ണിയെ? എന്നാ പോണേ? ഒരു ഗൾഫുകാരനോടും നാട്ടിൽ വന്നോട്ടെ എന്നാ പോന്ന് ചോദിക്കാൻ പാടില്ല. എന്തെല്ലാം ചോദിക്കാനുണ്ട്? സുഖാണോ? ഗൾഫിൽ എങ്ങനെ? തണുപ്പുണ്ടോ? മഴയുണ്ടോ? വെയിലുണ്ടോ? എന്തെല്ലാം ചോദിക്കാൻ. ജോലി എങ്ങനെയുണ്ട്? നിങ്ങളോട് എന്നെങ്കിലും ഞാൻ ചോദിച്ചോ എപ്പാ പോന്ന് പറ. ഞങ്ങളെങ്ങോട്ട് പോവാനാ? ഞങ്ങളുടെ അടുത്ത് കൊണ്ട് ഇട്ടാവട്ടത്ത് കിടന്ന് കളിക്കല്ലേ? എന്റെ മോതൊക്ക ഞാൻ ഒരു കൊല്ലത്തിൽ ഒരു മാസത്തിൽ ആ ലീവിന് വരില്ല. ഈ ഒരു മാസം പെണ്ണ് കാണാൻ വേണ്ടിട്ടാണ് എന്റെ ആ ഒരു മാസം ചെലവഴിക്കല്. ഒന്നും നടക്കുന്നില്ല. ഇപ്രാവശ്യം ശരിയായില്ല. എന്നാ പറയണ്ടത്, ഒരു ഗൾഫുകാരനെ പെണ്ണ് കൊടുക്കില്ല. നേരത്തെ ഒരു കച്ചവടക്കാരന് പെണ്ണ് കൊടുക്കും. അല്ല, ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. എന്താണ്? ഞാൻ ആ മമ്മാരിക്കാരന്റെ പേടിയുണ്ടല്ലോ, ഒരു ഷട്ടർ ഞാൻ അങ്ങോട്ട് എടുത്ത് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. എന്ത്? ഉണ്ണീസ് ഫുട് വെയർ ഓപ്പണിംഗ് ഷോർട്ട്ലി. അപ്പൊ ഇവിടെ കച്ചവടം തുടങ്ങിയിട്ട് ഇവിടെ നിൽക്കാനുള്ള പരിപാടിയാ? വേറെ പണിയില്ല, ഈടെ നിന്നിട്ടോ എന്റെ ജീവിതം കുട്ടിച്ചോറവനാ. ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിയത് പുറത്തു പോയിട്ടാണ്. ഇതൊരു നമ്പറാണ്. ഈ നമ്പറിൽ അവർ പോകും. കച്ചവടക്കാരൻ പെണ്ണ് കൊടുക്കും. അത് ശരി. ഇത് കയ്യിലും ഞാനങ്ങോട്ട് പോകും. ഓളെ കൂട്ടാണ്ട. ഞാൻ എന്തിനാ ഓളെ കൂട്ടുന്നത്? അപ്പൊ ഇതിനെ കല്യാണം കഴിച്ച് അതൊരു എന്റർടൈൻമെന്റ് അല്ലേ? കല്യാണം കഴിച്ചിട്ട് ആരെല്ലാം ചോദിക്കും നീ കല്യാണം കഴിച്ചോ, നീ കല്യാണം ശനിയാഴ്ച ചോദിക്കില്ലോ. അത് അവള് വേണ്ട. എനിക്ക് ചോദ്യങ്ങൾ പണ്ടേ ഇഷ്ടമല്ല. ഇതിന് എത്ര വില ഉണ്ടാവും, എപ്പം വന്നിനി, എന്തെന്നാക്കുന്ന, എങ്ങനെ, അങ്ങനെ ഇങ്ങനെ ചൊങ്ങനെ. സുമേ, എന്തുണ്ട് വിശേഷം? വന്നല്ലേ? എന്നാ മടക്കം? ഇപ്പൊ ഇവിടെ പറഞ്ഞതേല്ലോ. ഞാനിവിടെ വന്ന് കയറുമ്പോ എന്തിനാണ് ഇങ്ങനെ എപ്പം പോകുന്നത് ചോദിക്കുന്നത്? ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ടാക്സി ഞാൻ വിളിച്ചിട്ട് ഞാൻ ഈ സാധനമൊക്കെ അതിലെ ഡിക്കിലെടുത്ത് വെച്ച് ഞാൻ ഡോർ വന്നിട്ട് കയറാൻ പോകുമ്പോ ഓൻ എന്നെ വിളിക്കുന്നത് എപ്പാ പോന്ന്. ഈ സാധനം എടുത്ത് ഞാൻ താഴെ വെച്ചിട്ട് ഓനോട് പോവാൻ പറഞ്ഞാൽ. ഞാൻ ഈ നാട്ടുകാരനല്ലേ. എന്തായാലും ഒരു മാസം കഴിഞ്ഞ പോകും. ഇതാകട്ടെ ചിക്കൻ മസാല വേണം. എന്റെ സ്വപ്നത്തിൽ ഇതുപോലത്തെ പെണ്ണ. തേങ്ങ വേണ്ട ചേട്ടാ കറിയിലേക്ക്? നമുക്ക് പുളിയിട്ട് വെക്കാം. അത് ഒരു 5 മുട്ട മേടിച്ചോ. മുട്ട എന്തിനാ? മുട്ട എന്നൊരു പുതിയ പരിപാടി ഉണ്ട്. ഹൈറ്റ് എത്രയുണ്ട്? എന്തിനാ? വെറുതെ കേട്ടോ, ഒന്ന് പെട്ടെന്ന് സാധനം കൊടുത്തേ. മുട്ട ഒരു 5 മുട്ട. 5 മുട്ട, 5 ചിക്കൻ മസാല. സുമേ, ചേഞ്ച് അതിനുള്ളിലുണ്ട്, അത് എടുത്ത് കൊടുക്കട്ടാ. 54 ഉറുപ്പ്യ അതിന്. എത്രയാ കേട്ടോ? 85. നേരത്തെ ഒരു 15 തരാൻ. അന്നത്താലേ വേറൊന്നും വേണ്ടല്ലോ? വേണ്ട, മതി കേട്ടോ. ഇതാ അങ്ങനെ ഒരു ആവാസനം കൂടെ ഇവിടെ വന്ന് കൂടിയിട്ടുണ്ട് ഗൾഫിൽ നിന്ന്.
എന്താ ഓന്റെ കടങ്ങള് കണ്ടല്ലേ നിങ്ങള്? ഓന്റെ പൊരയില് ഓൻ ഭാര്യ ഓള് ഭർത്താവുക ഇങ്ങനത്തെ ഒരു കമ്പനി ഓള് പെണ്ണുണ്ടാവും. പറയണ പോലെയാ. തേങ്ങ വേണോ മുളക് പൊടി വേണോ എന്നൊക്കെ ഓള് അങ്ങോട്ട് ചോദിക്കുക. ഇങ്ങനത്തെ ഒരു പെണ്ണുണ്ട്, നമ്മളെ പോലത്തെ ഒരു പെണ്ണില്ല. നമ്മളെ ശീതളിനെ കണ്ടുപിടിക്കണം. ഓൻ വരച്ച വരയില് ഓന്റെ ഓള് നിൽക്കും. അതിനപ്പുറം കടന്ന കളി വേറെയാണ്. അതാന്ന് ഭർത്താവ്. ഞാനൊന്ന് കുളിച്ചിട്ട് വരാട്ടോ. കഴിയട്ടെ. എന്തേ? ഏ ബാത്റൂമിൽ പോണം. ആ എണീക്ക. പതുക്കെ. 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 ലൈറ്റ് എടുത്തേ, ലൈറ്റ്. ആ പതുക്കെ. ആ തുറന്നു. ഇരി. ആ ഇതളാ കണ്ടോ? ഇതളാ ഇവിടെ കാണാനല്ലോ. അത് മീൻ പിടിക്കേ. ആ ആ ആ അത് നോക്കിയേ. ബാത്റൂമിലമ്മ. ആ കൊഴപ്പില്ല. കഴിയട്ടെ. എങ്ങനെയുണ്ട്? ആ കൊഴപ്പില്ല. അങ്ങനെ തന്നെ. ആ ആ ആ ഒന്ന് കഴിയേ. വഴി കൊടുത്താ ഭാര്യയല്ലേ, അവൾക്ക് വേറെന്താ പണി? പതേ. വയ്യാത്ത കാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തന്നെ പെണ്ണ് കെട്ടണത്. അപ്പൊ അതൊക്കെ നോക്കി വാ. ഇതാ ഇതല്ല അപ്പുറത്തേക്ക് നിക്കാതെ നേരെ വയ്യാത്ത കയ്യിൽ പിടിക്കണം. എന്തിനാ ഇങ്ങനെ അവള് പിടിച്ചോളൂ. കൊണ്ടിരുന്നോ. ഇരുന്നോളൂ. പതുക്കെ
എന്താ ഈ കുട്ടിക്കാൻ വേണ്ട. കാലങ്ങോട്ട് പിടിച്ചു കഴിച്ചു. കിടക്ക്. കിടക്ക്. ഇതല്ല മൊയ്താണ്. ഇതോ ആ ചായ എടുത്തു പഞ്ചസാര വേണ്ട. എനിക്ക് വേണ്ട. വേണ്ട വേണ്ട. നോട്ടക്കുറവാണേ. നേരത്തിന് ഭക്ഷണവും നല്ല പരിചരണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഷോക്ക് വരില്ല. അല്ല ഓള് ചെയ്യുന്നില്ലേ? പെണ്ണല്ലേ ഒക്കെ കണക്കന്നെ.